മാനസിക സമ്മർദ്ദം മൂലം കൗൺസിലിംഗ് തേടിയത് 6000-ലധികം പോലീസുകാരാണ്. 2017 മുതലുള്ള കണക്കാണ്. 2020 മുതൽ 2023 വരെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ മാത്രം 2000-ലധികം പോലീസുകാരാണ് മാനസിക സമ്മർദ്ദത്തിന് കൗൺസിലിംഗ് തേടിയത്. റിപ്പോർട്ട്. സംസ്ഥാന പോലീസ് സേന കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത് വ്യക്തമാക്കുന്നതാണ് കൗൺസിലിംഗിന് വിധേയമായ പോലീസുകാരുടെ എണ്ണം. മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിന് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഹാറ്റ്സ്. തിരുവനന്തപുരത്ത് SAP ക്യാമ്പിൽ 2017 ജനുവരി 27-നാണ് പദ്ധതി നിലവിൽ വന്നത്. ശേഷം ഓരോ വർഷവും ശരാശരി 1000 പോലീസുകാരാണ് കൗൺസിലിംഗിനായി എത്തിയത്. കോവിഡ് കാലത്ത് 1000 പോലീസുകാർ ഫോണിലൂടെ മാത്രം കൗൺസിലിംഗിന് വിധേയരായി. 2021-ൽ 4000-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം കുറയ്ക്കാൻ കൗൺസിലിംഗിന് സമീപിച്ചപ്പോൾ 2021 മുതൽ 2023 വരെ 2000-ലധികം പോലീസുകാരാണ് കൗൺസിലിംഗിനായി എത്തിയത്. നിലവിൽ കൗൺസിലിംഗിനായി ഒരു സൈക്കോളജിസ്റ്റും ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും ഹാറ്റ്സിലുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളുമാണ് കൗൺസിലിംഗിനായി ഇപ്പോഴും എത്തിച്ചേരുന്നത്. ഈ പദ്ധതി പോലീസ് ആസ്ഥാനത്തെ ADGPയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇതുവരെ 6000-ഓളം പേർ കൗൺസിലിംഗ് തേടി. ഈ സേവനം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മുതൽ 5 വരെ പോലീസിന് ലഭ്യമാകുന്നുണ്ട്. കടുത്ത ജോലിഭാരം മൂലം സംസ്ഥാനത്തെ പോലീസുകാർ ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന സാഹചര്യം റിപ്പോർട്ടർ TV നേരത്തെ വാർത്ത നൽകിയിരുന്നു. കൗൺസിലിംഗ്, യോഗ, അവധി എന്നിവ നൽകി സമ്മർദ്ദം കുറയ്ക്കാനാണ് പോലീസ് നിർദ്ദേശിച്ചത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഹാറ്റ്സ് ഒരുങ്ങുന്നത് ശരിയല്ലെന്നും ഇത് കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കണം എന്നാണ് പോലീസുകാരുടെ ആവശ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാനസിക സമ്മർദ്ദത്തിന് പോലീസുകാർ കൗൺസിലിംഗ് തേടിയതിൻ്റെ കണക്കാണ്. കഴിഞ്ഞ 6 വർഷമായി ഏകദേശം 6000-ലധികം പോലീസുകാരാണ് മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് കൗൺസിലിംഗ് തേടിയത്. അഞ്ജു ജയപ്രകാശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജു, വലിയ കണക്കാണ്. ഓരോ വർഷവും ശരാശരി 1000-ലധികം പോലീസുകാർ മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെട്ട് കൗൺസിലിംഗ് തേടുന്നു എന്നതാണ്. കൗൺസിലിംഗ് തേടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ മാനസിക സമ്മർദ്ദത്തിൽപ്പെട്ട മനുഷ്യർ ആദ്യം ചെയ്യേണ്ടത് കൗൺസിലിംഗ് ആണ്. എന്നാൽ ചില പോലീസുകാരെങ്കിലും ജീവൻ ഒടുക്കുന്ന രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങിയ ഘട്ടം കൂടിയാണ്. അപ്പോഴാണ് ഈ കൗൺസിലിംഗ് വളരെ പ്രസക്തമാകുന്നത്. എന്തായാലും കണക്കുകൾ വളരെ വലുതാണ്. എന്ന് പറഞ്ഞാൽ പോലീസ് ജോലി സമ്മർദ്ദമുണ്ടാക്കുന്ന ജോലിയാണ് എന്ന് പൊതുവേ ഒരു ധാരണ, അത് ആ ധാരണയ്ക്ക് കരുത്തു കൂട്ടുന്നതാണ് ഈ ഒരു കണക്കുകൾ, അല്ലേ അഞ്ജു? അതെ അരുൺ, നേരത്തെ തന്നെ ഇത്തരത്തിൽ പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, അവരുടെ ഡ്യൂട്ടി, അതൊരു പ്രധാനപ്പെട്ട വില്ലനാണ്. മണിക്കൂറുകളോളം ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് പോലീസുകാരിലെ ആത്മഹത്യ, ആ കണക്കുകളും കൂടുതലായിരുന്നു. അതനുസരിച്ച് നമ്മളതിനെ കൃത്യമായി കണക്കുകൾ നിരത്തി വാർത്തകളും നൽകിയതാണ്. തൊട്ടു പിന്നാലെ തന്നെ പോലീസ് മേധാവിയിൽ നിന്ന് അത്തരത്തിൽ ഇവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗ, കൗൺസിലിംഗ്, ഒപ്പം തന്നെ കൃത്യമായ അവധികൾ, ഇവയൊക്കെ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവടക്കം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൗൺസിലിംഗ് തേടിയിട്ടുള്ള പോലീസുകാരുടെ കണക്കുകൾ കൂടി പുറത്തേക്കെത്തുന്നത്. അതായത് 2017 മുതലുള്ള കണക്കുകളാണ്. ഓരോ വർഷവും സംസ്ഥാനത്ത് കൗൺസിലിംഗ് തേടുന്ന പോലീസുകാരുടെ എണ്ണം 6000-ലധികമാണ്. അതായത് സംസ്ഥാനത്ത് മാനസിക സമ്മർദ്ദം മൂലം കൗൺസിലിംഗിന് വിധേയരാകുന്ന പോലീസുകാരുടെ കണക്കാണിത്. മാനസിക സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി സംസ്ഥാനത്ത് പോലീസ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയുണ്ട്. അതാണ് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റന്റ് ടു ട്രാക്കിൾ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഹാറ്റ്സ് എന്ന പദ്ധതി. ആ പദ്ധതി പ്രകാരം കൗൺസിലിംഗ് ഏർപ്പെടുത്തുന്നുണ്ട്. ആ കൗൺസിലിംഗിനാണ് പോലീസുകാർ വിധേയരാകുന്നത്. കോവിഡ് കാലത്ത് മാത്രമായിട്ട് 1000-ലധികം പോലീസുകാരാണ് ഫോൺ കോളിലൂടെ മാത്രം ഈ കൗൺസിലിംഗിന് വിധേയരാക്കപ്പെട്ടിട്ടുള്ളത്. 2021 മുതൽ 2023 വരെ 2000-ലധികം പോലീസുകാർ ഈ കൗൺസിലിംഗ് തേടി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാനത്ത് 564 പോലീസ് സ്റ്റേഷനുകളുണ്ട്, 80-ലധികം സ്പെഷ്യൽ പോലീസ് സ്റ്റേഷനുകളുണ്ട്, AR ക്യാമ്പുകൾ ഉൾപ്പെടെയുണ്ട്. അത്തരത്തിൽ നിരവധി പോലീസുകാരുണ്ട്. ഈ പോലീസുകാരിൽ നിന്ന് ഈ കൗൺസിലിംഗിന് വിധേയരായിട്ടുള്ള എണ്ണം പുറത്തു വരുമ്പോൾ വിധേയരാവാതെ ഈ സമ്മർദ്ദത്തിൽ അടിമപ്പെട്ട് എത്ര പോലീസുകാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം, ഈ ഹാറ്റ്സ് എന്ന് പറയുന്ന പദ്ധതി അത് തലസ്ഥാനത്താണുള്ളത്. ADGPയുടെ ആസ്ഥാനത്തിന് തൊട്ടടുത്തായിട്ടാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഈ സേവനം ലഭ്യമാകുക. ആ സേവനം എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാവിലെ 5 മണി വരെ ലഭ്യമാണ്. ഇതിൽ പ്രധാനമായും കൗൺസിലിംഗിനായിട്ട് നിലവിൽ ഒരു സൈക്കോളജിസ്റ്റും ഒരു വനിതാ പോലീസ്. കണക്കുകൾ നമ്മൾക്ക് ആശങ്കയുണ്ടാക്കുന്ന കണക്കുകളാണ്. പക്ഷെ അപ്പോഴും ഒരു പ്രതീക്ഷയുള്ളത്, ഇത്രയും അധികം പോലീസുകാർ കൗൺസിലിംഗിന്
പോയിരിക്കുന്നു എന്നുള്ളതാണ്. മാനസിക സമ്മർദ്ദമുള്ള ജോലിയായി പോലീസ് സേനയുടെ ജോലി മാറുന്നു എന്നതിന്റെ തെളിവ് കൂടിയായി നമുക്കിതിനെ കണക്കാക്കാം.